സങ്കീർത്തനക്കാരൻ പണ്ട് പാടി, നിങ്ങൾക്കറിയാം, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുകയാ, എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും അവിടെ നിന്ന് അറിയുക, ദൂരത്ത് നിന്ന് അറിയുക. ഇനി ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കാതനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായക. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. അപ്പോൾ ഒന്ന് ആ വാക്യം പഠിക്കുമ്പോൾ അവിടുന്ന് സകല പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാ. അതെ, അവിടെ 7 കാര്യങ്ങളാ അവിടെ കൊടുത്തിരിക്കുന്നത്. വായിപ്പിക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്ന വിഷയം അതല്ല. യേശുക്രിസ്തു ആരാ? അവിടുത്തെ മഹത്വം എന്താ? ഈ പുസ്തകം നിങ്ങൾ പഠിച്ച് അവിടുത്തെ മഹത്വം മോളെ വായിച്ചു വിട്ടു, വായിച്ചു വിടാനേ നേരമുള്ളൂ, വായിച്ചു വിട്ടു. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പിന്നെ അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. സകലത്തിന്റെ അവകാശിയായ യേശുക്രിസ്തു, അവൻ ഈ കാണുന്ന സകലത്തിന്റെ അവകാശി യേശുക്രിസ്തുവാ. ഇത് മുഴുവൻ അവൻ അവിടത്തേക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. സകലത്തിന്റെ അവകാശം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു. പിന്നെ അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ഇത് മുഴുവൻ കർത്താവ് ഉണ്ടാക്കിയതാ, അല്ലാതെ കോടാലി എടുത്തെറിഞ്ഞപ്പോ ഉണ്ടായതൊന്നുമല്ല. പാക്കത്തി എടുത്തെറിഞ്ഞാൽ എവിടം വരെ ഏറ് പോകുന്ന സ്തോത്രം. കോഴിക്കെട്ടെറിഞ്ഞിട്ട് കൊള്ളുന്നില്ല. പിന്നെ ഇത് വെട്ടുകത്തിയും കോടാലി എടുത്തെറിഞ്ഞുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവാ. സകലത്തിനും അവകാശി അവനാണ്. സകലത്തെയും ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും. അയ്യോ, തേജസ്സിന്റെ പ്രഭയാ. നോക്കിയാൽ തന്നെ എന്തൊരു മഹത്വമാണ്. അല്ലാതെ നിന്നെ കൊല്ലുവെന്നും പറഞ്ഞിരിക്കുകയല്ല, ഇപ്പം നിന്നെ കാച്ചിക്കളയുമെന്നും പറഞ്ഞ്. അങ്ങോട്ട് നോക്കിയാൽ തന്നെ എന്തൊരു പ്രഭയാ. പ്രഭയില്ലാത്ത നീ യേശുവിനെ നോക്കിയാൽ നിനക്ക് പ്രഭയുണ്ടാകും. സ്തോത്രം. ആമ യാതൊരു ഗുണഗണങ്ങളുമില്ലാത്ത നീ യേശുവിനെ നോക്കിയാൽ നിനക്ക് തേജസ്സും മഹിമയും ഉണ്ടാകാം. ആ തേജസ്സിന് പ്രഭയാ. പിന്നെ തത്വത്തിന്റെ മുദ്ര സകലത്തെയും തന്റെ ശക്തി, സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. ഇന്ന് രാത്രി നിന്നെ വഹിക്കുന്നവനാ ദൈവം. നിന്നെ മാത്രമാണോ? നിന്റെ കുടുംബത്തെ വഹിക്കുന്നവനാ ദൈവം. കുടുംബത്തെ മാത്രമാണോ? ദേശത്തെ വഹിക്കുന്നവനാ ദൈവം. മാത്രമല്ല ഈ കേരളത്തെ വഹിക്കുന്നവനാ ദൈവം. ഇന്ത്യ രാജ്യത്തെ വഹിക്കുന്നവനാ. ലോക രാജ്യങ്ങൾ, ഈ ഭൂലോകം മുഴുവൻ വഹിക്കുന്നവനാ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവായി ശക്തിയുള്ള വചനത്താൽ ഇന്ന് രാത്രി നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹിമയ്ക്കായി ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്നെ ആരും വഹിക്കാനില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുക. പക്ഷേ എന്നെ ആരും വഹിക്കാൻ ആളുണ്ട്. പക്ഷേ കുറച്ച് വർഷമായിട്ട് എന്നെ അങ്ങനെ ചൊല്ലി പറയുന്ന കേട്ടുണ്ട്. അങ്ങനെ വഹിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ളംകൈയിലാണ് ഞാനും നിയമിക്കുന്നത്. അവിടുത്തെ ഉള്ളംകൈയിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവിന്റെ വേലക്കാരോട് പറയുന്നുണ്ട്, നക്ഷത്ര 7 അവിടുത്തെ വലങ്കൈയില്ല. അവിടുത്തെ വലങ്കൈയിൽ നിന്ന് ആരാ പിടിച്ചോണ്ട് പോകുന്നേ? അന്നേരം പറയാ, ബന്ധനമുണ്ട്, കൂടോത്രമുണ്ട്, ശുദ്രം ചെയ്തിട്ടുണ്ട്, അറബിക്കെട്ടുണ്ട്, ഏതുണ്ടെങ്കിലും അവിടുത്തെ വലങ്കൈയിൽ നിന്ന് നിന്നെ ആരാ പിടിച്ചോണ്ട് പോകുന്നേ? കരുതനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുതനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിടിക്കുവാൻ കഴിയില്ല. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയം ഇട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയം ഇട. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം.
മിത്രമായി ഭവിച്ചുക. ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക. ഇതെന്തു ഭാഗ്യം ചുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം. അപ്പൊ ശ്രദ്ധിക്കുക, സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ യേശു ക്രിസ്തു. വായിക്കുമോളെ. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം, ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിൽ. അതെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ വിശേഷപ്പെട്ട 7 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി. 7 ഒന്നും അല്ലല്ലോ, അവിടെ ഒരു 7 കാര്യം. ഇനി ആ കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടൊന്ന് വായിച്ച്, അവിടെയും വിശേഷപ്പെട്ട കാര്യമാ. കൊലോസ് ലേഖനത്തിലെ വിഷയം തന്നെ ക്രിസ്തുവിന്റെ മഹത്വമാണല്ലോ. വായിച്ചോ, 14 മുതൽ വായിക്കുമോളെ. വായിക്കാനേ നേരമുള്ളു. വായിക്ക. കൊലോസ് ലേഖനം ഇല്ലേ? 1-ന്റെ 14 മുതൽ. തിരിയുന്നില്ലയോ? 1-ാം അധ്യായത്തിന്റെ 14. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാ. പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ താഴോട്ട് വായിച്ചോ, നേരമില്ലാത്തതുകൊണ്ട് ഭാഗം അധികം. യേശുക്രിസ്തുവിന്റെ മഹത്വമാ. അവിടുന്ന് ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തെയും ഉളവാക്കിയവൻ, സകലത്തെയും വഹിക്കുന്നവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചോ, ഓർക്കുന്നതുകൊണ്ട് അങ്ങ് പറയാ, വിഷയമല്ല. തിമോഥെയോസിന്റെ ആ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിനോട് ചേർത്ത് വായിച്ചങ്ങ് വിടാ. രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അവിടുന്ന് മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും. ധന്യനായ ഏകാധിപതി എന്നൊരു പദം ഉണ്ടല്ലോ. ഉണ്ട്. സോറി. ഇല്ലേ? ഉണ്ട്. സോറി. അത് ഇഷ്ടമല്ലേ ആ പദം? വായിക്കും. ധന്യനായ ഏകാധിപതിയും രാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും. യേശുക്രിസ്തുവിന്റെ മഹത്വമാ. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ഇതുപോലെ മഹത്വമുള്ള ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും ഭജിപ്പാനും ഇടയായതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. രാജാമുനി എന്നും കർത്താമുനി രാജാമുനി എന്നും കർത്താമുനി ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച അത്ഭുതമേ. ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച അത്ഭുതമേ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ.
അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ മഹത്വം അതാണ് ഈ വാക്യത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എബ്രായ ലേഖനം 1 അധ്യായത്തിൽ 1 മുതൽ 4 വരെയും, കൊലോസ് ലേഖനം 1:14 മുതൽ താഴോട്ടും, തിമോഥെയോസിന്റെ 1 ലേഖനം 6 അധ്യായത്തിന്റെ 15, ഇനി യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തും, ഇത് മുഴുവൻ അങ്ങോട്ട് ധ്യാനിച്ച് ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള ഒരുവൻ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകത്തുമില്ല, വന്നിട്ടുമില്ല, വരത്തുമില്ല. അവിടത്തേക്ക് മാത്രം, അവിടുന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, കർത്താവിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിക്കുകയാ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ അവിടുന്ന് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനായ വേറൊരുവൻ ഇല്ല. അതാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. ആട്ടെ, ഓരോ അധ്യായത്തിന് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, മഹത്വം പൗലോസ് അങ്ങോട്ട് വെളിപ്പെടുത്തി. അങ്ങനെ പോയാൽ ആ നിലയിൽ പോകും. എബ്രായ ലേഖനം എഴുതാനുള്ളതിന്റെ ഒരു കാരണം, എബ്രായ ക്രിസ്ത്യാനികള് ഇവര് സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദ മതം വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യഹൂദനെ കണ്ടാൽ അറിയാം, യഹൂദന് വിശേഷതയുണ്ട്, അപ്പൊ തന്നെ കുഴപ്പടിയുണ്ട്. അതെല്ലാം ഇപ്പൊ കുഴപ്പടിയുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ ക്രൂശിച്ചവർ യവന്മാരാന്നാ എഴുതി വെച്ചേക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നതിന് യവന്മാര് എതിരുവാ. ദൈവദാസന്മാരെ തുരത്തി ഓടിക്കാൻ ഇവര് മുന്നിൽ നിന്നവരാ. അന്നേരം നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ യഹൂദന്മാരാന്ന്. നീ മിണ്ടാതിരിക്കുന്ന നല്ലത്. വേറൊരു കുഴപ്പടിയാ. എന്തായാലും ഇതിന്റെ മറുവശം, യഹൂദനെ കണ്ടാൽ അറിയാം, അതെവിടെ വെച്ച് കണ്ടാലും അറിയാം. അവരുടെ നിപ്പും നിലപാടും വസ്ത്രധാരണവും സംസാരവും രീതിയൊക്കെ കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പൊ ഒട്ടും കണ്ടാൽ അറിയാൻ മേലാത്ത ബെന്തിക്കോസുകാരെയാ. പിന്നെ ആകെ കൂടെ അറിയാവുന്ന സഭായത്തിന് വരുമ്പോഴാ അയ്യോ നമ്മുടെ ആളായിരുന്നു ഒന്ന്, അവിടെ നിന്നപ്പോ അറിഞ്ഞില്ല. ആട്ടെ, നമ്മുടെ വിഷയമല്ല. കർത്താവിന്റെ മഹത്വം. യഹൂദനെ കണ്ടാൽ അറിയാം. ഇവനൊത്തിരി വിശേഷതയുണ്ട്. റോമാലേഖനം 9 അധ്യായത്തിന്റെ 3 മുതൽ ഒന്ന് വായിച്ചോ. യഹൂദന്റെ വിശേഷത അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു വിട്ടോ. റോമാലേഖനം 9:3 മുതൽ. എനിക്ക് തോന്നുന്നത് ഈ പുറകിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. അത് മൈക്ക് അല്ലേ മോളെ? ക്ലിയർ ആകുന്നില്ല. അതിനെന്നാ കുഴപ്പം? ഇവർക്ക് ഞാൻ പറയുന്നത് തിരിയണം. അപ്പൊ അതിനെന്നാ മാർഗം? ഇതിങ്ങോട്ട് തിരിക്കണം. റോമാലേഖനം 9:3 തിരിയുന്നുണ്ടോ? ഇപ്പൊ തിരിയുന്നുണ്ടോ? കേക്കുന്നല്ലേ ചോദിച്ചത്? തിരിയുന്നുണ്ടോ? വായില്ല. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ അത് എനിക്ക് വേണം. നീ അങ്ങോട്ട് തിരിഞ്ഞോണ്ട് വേണം. അമ്മോള് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ടു ശാപഗ്രസ്തരാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അടുത്തത് അവർ ഇസ്രായേലിയർ. അവരുടെ വിശേഷതകളാ താഴോട്ട്. അവര് ഇസ്രായേലിയർ. പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമാ. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും. ഇതെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന വിശേഷതകളും പ്രത്യേകതകളുമാണ്. ആട്ടെ, എല്ലാ ഭാഗവും വിസ്തരിക്കുന്നവരെ കണ്ടാൽ അറിയാം. യഹൂദനെ കണ്ടാൽ അറിയാം. അതാണല്ലോ വെള്ളം ചോദിച്ചുടനെ പറഞ്ഞ് യഹൂദനാകുന്ന നീയെ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിച്ചപ്പം യഹൂദനാകുന്ന എനിക്ക് ഇച്ചിരി വെള്ളം താകൊച്ചേന്നല്ല പറഞ്ഞത്, ഇച്ചിരി വെള്ളം തരാമോ എന്നേ ചോദിച്ചുള്ളൂ. ആ ചോദ്യരും നിപ്പും നിലപാടും ഒക്കെ കണ്ടവൻ മനസ്സിലായി യഹൂദനാണ്. ഒരു ദൈവവൈതലിനെ കണ്ടാൽ അറിയണം. വിശേഷിച്ച് ഉപദേശിമാര്. ഞായറാഴ്ച സ്റ്റേജിൽ നിൽക്കുമ്പോഴല്ല ഉപദേശിയാണെന്ന് അറിയേണ്ടത്. തിങ്കളാഴ്ച ചന്തയിൽ നിൽക്കുമ്പോഴും അറിയണം. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവവൈതനെ എല്ലാ സ്ഥലത്തും അറിയണം, വെളിപ്പെടുത്തണം, അറിഞ്ഞിരിക്കണം.
അത് പറയുമൊന്നും വേണ്ട, നമ്മളെ കാണുമ്പം പിന്നെ അറിയാം, അവർ പറയുമല്ലോ. അപ്പൊ ഈ യഹൂദനാകുന്ന നീ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഈ യഹൂദൻ ഒത്തിരി വിശേഷതയുണ്ട് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ ഇതെല്ലാം വിട്ട് ദൈവാലയം അവർക്കുള്ളതാ. യെരൂശലേം ദേവാലയം വളരെ പ്രൗഢ ഗംഭീരമായി പണിതുയർത്തിയ ദൈവാലയം. നമുക്കറിയാം പല ദൈവാലയങ്ങളാ പണിതത്. ഒടുവിൽ ഹെരോദാവ് ഇത് പുതുക്കി പണിത ആ ശ്രേഷ്ഠമേറിയ ദൈവാലയം, അതിന്റെ ഓരോ കാര്യങ്ങളുമൊക്കെ യഹൂദൻ വരെ പ്രശംസയുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഉപകരണങ്ങള്, അതിന്റെ പണികള്, വിശേഷതകളെല്ലാം അവരെ വളരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കുക. അപ്പൊ ദൈവാലയം, ദൈവാലയത്തിൽ പുരോഹിത വൃന്ദങ്ങൾ 24 കൂറിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ. ദാവീദിന്റെ കാലത്ത് അബിയാക്കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവർക്കെല്ലാം സഹായത്തിനായിട്ട് മറ്റു പ്രിയപ്പെട്ടവർ. മാത്രമല്ല ദൈവാലയത്തിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, മിക്കതും പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും തങ്കം കൊണ്ടും പൊതിഞ്ഞുമായ നിരവധി അനവധി ഉപകരണങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഇതിനകത്തുണ്ട്. പുരോഹിത വരേണ്യന്മാര്, ഇവരെല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഹിതൻ, അത് സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായി മഹാപുരോഹിതനുണ്ട് എന്ന് വേണ്ട. ജാതിയിൽ ഇവര് ശ്രേഷ്ഠരാ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ വംശം, ഈ ജനത ഉടലെടുക്കുന്നത്. എല്ലാം കൊണ്ട് ഇവര് ശ്രേഷ്ഠരാ. ഇങ്ങനെ മാത്രമല്ല കോടിക്കണക്കിന് വിലമതിക്കുന്ന കാര്യങ്ങള്, വലിയ പള്ളി, ചുറ്റുപാട്. അപ്പൊ ഇതെല്ലാം യഹൂദനെ പ്രശംസിക്കുന്ന. അതുകൊണ്ടാണ് യെരമ്യാവിൽ ഇവര് കൂടെ പറയും യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം. യെരൂശലേം എന്ന് പറഞ്ഞ ഇവരുടെ കേന്ദ്രമാണ്. എവിടെ പോയാലും ലക്ഷ്യവും ഉന്നവുമല്ല യെരൂശലേമിലേക്കാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രവാസത്തോട് ബന്ധപ്പെട്ട പറഞ്ഞതെങ്കിലും, യെരൂശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ നിന്നെ മറന്നു പോകട്ടെ. ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ നാവ് അണ്ണാക്കോട്ട് പറ്റിപ്പോകട്ടെ. യെരൂശലേമിനെ മറക്കത്തില്ല. യെരൂശലേം ഇവരുടെ മുഖ്യ സന്തോഷമാണ്. ദാവീദിന്റെ കാലത്താണ് ഈ പട്ടണമെല്ലാം ക്രമപ്പെടുത്തി പണിത്, മില്ലോയും സംഭാര നഗരങ്ങളൊക്കെ പണിത് ആഭ്യന്തരമെല്ലാം സുസജ്ജമാക്കി, കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, പാട്ടുകാരെ നിയമിച്ചു, പെട്ടകം കൊണ്ടുവന്നതിന്റെ സ്ഥാനത്താക്കി എന്ന് വേണ്ട. ഇത് യഹൂദനോട് ബന്ധപ്പെട്ട് വളരെ ശ്രേഷ്ഠമാണ്. ഇതെല്ലാം വിട്ടേച്ച് ഉപേക്ഷിച്ചിട്ട് ഈ നസ്രായ മാർഗത്തിന്റെ പുറകെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യം തന്നെ. ഒന്നും വിടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് വന്നിരുന്നിട്ട് തന്നെ വലിയ ആളുകൾ ചായിരിക്കുന്നേ. എല്ലാം ഒന്നും നമ്മൾ വിട്ടിട്ടില്ല. വിടാൻ ഇനിയും വലിയ താല്പര്യവും ഉണ്ടെന്നില്ല. എല്ലാം ഒന്നും വിട്ടിട്ടില്ല. എന്നാളൊരു തള്ള പറഞ്ഞു വിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാന്ന് പറഞ്ഞു. 10-25 കൊല്ലമായി ഇതിനകത്ത് വന്നിട്ട് വിട്ടിട്ടില്ലെന്ന് ഞാൻ ഒത്തിരി തെളിവ് തരാം. പക്ഷെ കൺവെൻഷൻ ആയതുകൊണ്ട് പറയാൻ ഒക്കത്തില്ല. നമ്മൾ ഇനിയും വിടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അത് ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോട്ട് ചെയ്തു. ഒരു 138 കൂട്ടം കാര്യമുണ്ട് ഗ്ലാഡീസ് അമ്മേ. 138. അതല്ല ഇപ്പം മൈക്ക് കൂടെ പറയാൻ ഒക്കത്തില്ല, കാരണം പൊതുജനവും കൂടെ അറിയുന്നത് കൊണ്ടാണ്. അത് ആ ഭാഗം അങ്ങ് വിടുക, ഞാനങ്ങ് അടങ്ങുക. അപ്പൊ ഒന്നും വിടാതെ തന്നെ പലരും ഇതിനകത്ത് വന്നിട്ട് ആളുകൾ ചിരിക്കുക. അപ്പൊ യഹൂദജനം, എബ്രായ ജനം ഇതെല്ലാം വിട്ടതിന് ശേഷം ഇവരേശുവിന്റെ പുറകെ ഇറങ്ങി വന്നു. ഈ പള്ളിയും അതിന്റെ പള്ളിയുടെ പരിവാരങ്ങളും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഉത്സവങ്ങളും എന്ന് വേണ്ട ജാതിയുടെ ശ്രേഷ്ഠതയും മഹിമയും ഈ ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്വവും നിയമങ്ങളൊക്കെ അവർക്കുള്ളതാ. പിതാക്കന്മാർ അവർക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അതൊക്കെ അവര് പറഞ്ഞാ പ്രാർത്ഥിക്കേണ്ടത്. ഇതെല്ലാം വിട്ടേച്ചുവര് യേശുവിന്റെ പുറകെ വന്നു. അത് ചെറിയ കാര്യം, യേശുവിന്റെ പുറകെ വരുന്ന ചെറിയ കാര്യമല്ലെന്ന് പറയാൻ കാരണം ആമൻ ഉടുത്ത തുണിയല്ലാതെ വേറൊന്നില്ല. കയറിക്കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, ആമൻ ഇരുന്ന് യോഗം നടത്താൻ സ്ഥലമില്ല. വല്ലോരുടെയും പടക്, വല്ലവരുടെയും മൃഗത്തിന്റെ പുറത്തായി യെരൂശലേമിലേക്ക് യാത്ര ചെയ്തത്. മിക്കപ്പോഴും ഭക്ഷണമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വിശന്നേച്ച് അത്തിയെ നോക്കിയത്. ശുശ്രൂഷകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നെങ്കിലും എപ്പോഴും ഭക്ഷണമൊന്നുമില്ല. ഇവിടെ ഞങ്ങളെ വിളിച്ച് നല്ല താമസവും ഭക്ഷണമൊക്കെ ക്രമപ്പെടുത്തി നന്ദിയുണ്ട്. യേശുവിന്റെ കൂടെ പോയവർക്കും യേശുവിനും അതൊന്നും പലപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശന്നിട്ട് അത്തിയെ നോക്കി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് എന്റെ ഭാഷ പറഞ്ഞ വിശന്ന് കൂറ കുത്തിയായി പോകുന്നത്. അതുകൊണ്ടാണ് വിശന്ന് കാഠിന്യം കൊണ്ട് ആരുടെയോ വയലിലിറങ്ങി കതിരി പറിച്ച് തിന്നു. ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. അങ്ങ് വിശപ്പൊക്കെ നമ്മുടെ ആൾക്കാരും പ്രാർത്ഥിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. കൊണ്ട് വച്ചു ചാണനെ തിക്കും പൊക്കും നോക്കി ചങ്ങ് തിന്നുക ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാനൊരുത്തരോട് ചോദിച്ചു, ഇല്ലേ പ്രാർത്ഥിച്ചോ? സൂത്രം സൂത്രം സൂത്രം. മുട്ട വായിക്കാത്ത വെച്ചോ സൂത്രം. ഉണ്ണി താഴെ പോയി. എടേ ഇത് കടിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി ബിരുദന്മാരുണ്ട്.
സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. പണ്ടൊരു യോഗത്തിന് അല്പം താമസിച്ചു പോയി. അപ്പൊ നടത്തിപ്പുകാരൻ പറഞ്ഞു ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഉപദേശിമാരോട് പറയാം, കല്യാണം നടത്തുമ്പം ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം ഉണ്ടെങ്കിൽ അതിനോടങ്ങ് പ്രാർത്ഥിക്കണം. അതാ ഈ ഞാൻ നാളെ കല്യാണത്തിൽ വന്നപ്പോ കല്യാണം തിരുന്നതിന് തന്നെ അവിടെ കഴിപ്പം തുടങ്ങി. അത് വേറൊരു വകുപ്പ്. ഞാൻ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലായിരിക്കും അല്ലയോ? ഞാൻ ഒരിക്കൽ തിരുവനന്തപുരം തന്നെ ആണ്. കെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോളേ അതാ ആട്ടെ. ദൈവമക്കളോടൊരു കാര്യം പറയാ, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിഞ്ഞ് അതിനോട് അങ്ങ് പ്രാർത്ഥിക്കുന്ന നല്ലത്. അല്ലെ പിന്നെ ഇതൊക്കെ അലങ്കോലമാകും. അപ്പൊ അന്ന് അവിടെ ഭക്ഷണമെല്ലാം ഉണ്ട്. അല്പം വൈകിപ്പോയി. അപ്പൊ ഒരാൾ സ്റ്റേജിൽ എന്ന് പറഞ്ഞു, ഒരാളുടെ പേര് പറഞ്ഞു ഇനിയാള് പ്രാർത്ഥിക്കും. അപ്പൊ പുള്ളി മുട്ട കഴിച്ചോണ്ടിരിക്കും. അപ്പൊ പുള്ളി പറഞ്ഞു വീണ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിശപ്പുമുണ്ട്, ബുദ്ധിമുട്ടുമുണ്ട്. അപ്പൊ ഇവിടെ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച് ശിമോന്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ പരീക്ഷന്മാര് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാര് പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിച്ചു, ഭക്ഷണം കൈ കഴുകാതെ കഴിച്ചു. കർത്താവ് അതിനെ വെട്ടി അകത്തോട്ട് പോകുന്നതല്ല, അശുദ്ധനാക്കുന്നത് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നതാ. അപ്പൊ ഇതിന്റെ എല്ലാം മറുവശം വിശപ്പ് കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കയറിക്കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു സ്റ്റേജും പുൾപിറ്റും ഒന്നുമില്ല. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാ. കർത്താവ് തന്നെ തെളിച്ചു പറഞ്ഞല്ലോ, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയായിപ്പാൻ നദികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. നദികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്കു വസിപ്പതിനായി കൂടും. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ദീപാതിൽ സ്ഥാന ഇല്ല. ഭൂവിലുണ്ടിവനോ തല ചായ്പതിനായി കുരിശല്ല, ദീപാതിൽ സ്ഥാനമില്ല. കുരിശും നിജ തോളിലോ തൊഴുവൻ ഗിരിമേൽ കരേറി ജഗാനി. കുരിശും നിജ കരേറി ജഗാനി. നരകാഗ്നികതിൽ നരരാകുലരായി എരിയാനിടയാകരുതായതിനാൽ ചൊരിയുന്നവനിൽ ദുരിതങ്ങള ശേഷവും ഈശൻ കാരുണ്യമേ തുമോർത്താൻ. കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ നരികൾക്ക് കുഴിയുണ്ട്, പറവജാതിക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. എല്ലാം അവൻ ത്യജിക്കപ്പെട്ട് നിൽക്കുക. ഇങ്ങനെയുള്ളവന്റെ കൂടെയാ ഈ അപരാജ വിശ്വാസികൾ ഇറങ്ങിത്തിരിച്ചത്. മാത്രമല്ല ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്കും ഒന്നുമില്ലായിരുന്നു. അതുങ്ങളും പട്ടിണി മുഴുവൻ ബുദ്ധിമുട്ടാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 തിരുവെടുത്തൊന്ന് വായിച്ചോ. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. പിന്നെ ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും. അപ്പോസ്തലന്മാരുടെ വെള്ളമല്ല നിധി ഞാൻ പറയാം. അപ്പോ അപ്പോസ്തലന്മാരുടെ രീതികളാ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുക്കുവാൻ നമുക്കാന്ന ഇഷ്ടം പോലെ, എനിക്കാന്ന ഇഷ്ടം പോലെ തുണിയുണ്ട്. ഒരാൾ ചോദിച്ചാൽ എത്ര മീറ്റർ ഉണ്ട് എല്ലാം കൂടെ? ഞാൻ പറഞ്ഞു 4, 3, 7, 2, 9, 10 മീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര സാരി ഉണ്ട്? 5-8 ഇല്ലേ? അത് കൂടുതല. അത് കുറ്റമൊന്നുമല്ല. ആകട്ടെ ഒന്ന് വലിയ മാറി മാറി കൊടുത്ത് യോഗത്തിന് വരാമല്ലോ.
ബോധത്തിന് വരണം. എന്നാൽ ആരംഭകാലത്ത് അപ്പോസ്തലന്മാർക്ക് ഇങ്ങനൊന്നും ധാരാളിത്തമില്ല. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും, മിക്കപ്പോഴും വിശപ്പാ, വിശന്നും പിന്നെ ദാഹിച്ചും ഉടുക്കുവാനില്ലാതെയും കുത്തുകൊണ്ടും. ഉടുക്കാനില്ല നന്നാരാ പറഞ്ഞ പത്രോസിന്റെ തുണി അവിടെ ഇച്ചിരി കൊണ്ടുവന്നെന്ന്. എന്നാലും പറഞ്ഞ അതിന്റെ ഒരു കഷണം ഞങ്ങള് ഇതിനും വേണ്ട തുണി. പോട്ടെ, വായിച്ചോ മോളെ, അലോഗ്യം ഉണ്ടാക്കണ്ട. സ്ഥിരവാസം കൂടാതെ സ്വന്തമായിട്ട് സ്ഥലമോ ഇടോ ഒന്നുമില്ല. പേപ്പട്ടിയെ ഓടിക്കുമ്പോൾ ഓടിക്കുകയല്ലേ. സ്ഥിരവാസം കൂടാ. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനം ഉണ്ടെന്ന്. പുസ്തകത്തിൽ വായിക്കുന്ന സ്ഥിരവാസം കൂടാ. അന്നേരം പറയാം അന്ത്യോക്യല്ല, വത്തിക്കാനിലാണ്. എടാ, വത്തിക്കാനിലുമില്ല, അന്ത്യോക്യയിലുമില്ല, കുമ്പനാട്ടുമില്ല, മുളക്കുടയിലുമില്ല, ദേവലോകത്തുമില്ല. ദേവലോകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവലോകം, കോട്ടയത്തൊരു ദേവലോകമുണ്ട്. ദേവലോകത്തുമില്ല, ചിങ്ങവനം തയ്യാറായാലുമില്ല, ഒരു സ്ഥലത്തും സ്ഥിരവാസമില്ല. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ സ്ഥിരവാസം കൂടാതെയും. പിന്നെ അടുത്തത് സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് എല്ലാവരും അങ്ങ് ശകാരിക്കുക. വെറുതെ വഴിയെ പോകുന്നവനും നിങ്ങൾ കണ്ടില്ലേ, നമ്മള് പരസ്യത്തിന് പ്രൈസ് ദി ലോർഡ്, അവൻ ചുമ്മാ പോണ അവൻ അതിലെ പോയാ പോരെ. ഉടനെ അമ്മ മപ്പ് കടിച്ച് നമുക്ക് നേരെ ശകാരമാ. പിന്നെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അങ്ങനെ അവനെ പ്രാകരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി മിണ്ടിപ്പോരുത്. നീ മനസ്സിലായില്ല? ശകാരം കേൾക്കുമ്പോഴേ 5-6 ഓണാലും മാലി എന്ന് ഞങ്ങളിൽ ഒന്നിനെ മനസ്സിലായില്ലേ? എന്തോ മനസ്സിലായി. എടാ, തിരിച്ചടിക്കുന്ന മാർഗം നമ്മുടെതല്ല, തിരിച്ചു പ്രതികരിക്കുന്ന മാർഗവും നമ്മുടെതല്ല. നമ്മുടെ മാർഗമുണ്ട്, മുട്ടയിലിരിക്കുന്നതാ മാർഗം. ഉപദ്രവം നീ വാർഡ് മെമ്പറിന്റെ പുറകെ പോകരുത്, MLA-യുടെ പുറകെ പോകരുത്, MP-യുടെ പുറകെ പോകരുത്, മന്ത്രിയുടെ പുറകെ പോകരുത്, തന്ത്രിയുടെ പുറകെ പോകരുത്, പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിവേദനം കൊടുക്കണ്ട, മുഖ്യമന്ത്രിക്കും കൊടുക്കണ്ട, ജസ്റ്റിസിനും കൊടുക്കണ്ട. ദൈവമക്കൾ ചെയ്യേണ്ടത് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ കേൾപ്പിച്ചല്ലോ, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ഒരുവനെയാ ഞാനും നീയും ആരാധിക്കുന്നത്. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെയാ ഞാനും നീയും ഭജിക്കുന്നത്. ഉന്നതനും ഇത് ഉന്നതനും അവനും ഇത് അത്യുന്നതം ജാഗരിക്കും. യോബ് പറഞ്ഞു, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ദൈവമക്കൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ആരാധിച്ചും ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോട് പറയാ, നീ കേസിന് പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, വക്കീലിന് കാശ് കൊണ്ട് കൊടുക്കരുത്, MP-യുടെ പുറകെ പോകരുത്, MLA-യുടെ പുറകെ. അവരൊക്കെ ഭരിക്കട്ടെ, അവരെ ഏൽപ്പിച്ച കാര്യം അവർ ചെയ്യട്ടെ. നമുക്ക് വേണ്ടി വ്യവഹരിക്കുന്നവൻ ദൈവമാ. സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിച്ചോണ്ട് വരും. അവൻ ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്ന വീരന്മാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെയാ, പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെയാ. നീ മുഴങ്കാലുമേൽ ഇരുന്നാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികളെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവം അത്ഭുതം കണ്ടതാ, ദൈവം അരശികത്തിന്റെ ദൈവമാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്. തിരിച്ചു പകരം ശകാരിക്കരുത്, തിരിച്ചു പ്രതികരിക്കരുത്. നീ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ വീരന്മാരുടെ മധ്യേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിൽ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് ആദിമസഭയിലെ ദൈവദാസന്മാർ 2-ാം സങ്കീർത്തനം എടുത്ത് പ്രാർത്ഥിച്ച് ഉരുവിട്ടപ്പോൾ ഇരുന്നിരുന്ന സ്ഥലമെല്ലാം കുലുക്കി ജനത്തിന് ഇരുവരുത്തി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം.
Praise the Lord, praise the Lord, praise the Lord. യുദ്ധം യഹോവയ്ക്കുള്ളതാ, യുദ്ധം യഹോവയ്ക്കുള്ളതാ. നിനക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം. മോനെ, നിങ്ങൾ ആ മൊബൈൽ താത്ത് വെച്ചിട്ട് കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തടാ. എന്താടാ കുന്തം കാണിച്ചോണ്ടിരിക്കുന്നത്? എടാ മൊബൈൽ താത്ത് വെച്ച് കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കോടാലി കാണിച്ചോണ്ടിരിക്കാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ, അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഉടമന ധനപടബലബദലബിബിബി ഖമനപടബദുരഭൈദൽ അർത്തല ജലാധാര വൈഡപ്രമനപടബലബ ഉടൽ കമനപടബദന. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ കൃപ, കൃപ. നാം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആരാകുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കഷ്ടത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റി ശരണമായി. ഓ, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഉടമനാദരാദല റൈഷസ് കൈഡമാന അന്തൽ കടകലഗദനക സൈദൽ കമനപടമന ഊടവ സൈദൽ കമനപടബലവ ശാന്തല കടകദന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ദിപികമനപടബലവ ദിപികമനപടമന അന്തരാ ജലാധാര വൈശപ്രമനപടമന. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭജിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവമാ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. ചരിത്രം പഠിക്കുന്നവർക്ക്, വേറെ പുസ്തക ചരിത്രം പഠിക്കുന്ന ചിലർക്ക് മനസ്സിലാകും. പ്രവാസകാലം കഴിഞ്ഞ് ഇവർ മടങ്ങി വന്നു യെരൂശലേമിലേക്ക്. പ്രധാനമായിട്ട് 2 പേരുടെ നേതൃത്വത്തിൽ, സെരുബാബേലും യെസ്രായും. ആ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന് ദൈവാലയം പണിയുകയാണ്. പണിക്ക് അനുവാദം കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയോ കൊടുത്തു. അതിന്റെ കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിച്ചു. പണി ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് കൊണ്ട് പണി നിർത്തിച്ചു. ആ ചരിത്രമൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഹഗായി പ്രവാചകനെയും സെക്കറിയ പ്രവാചകനെയും ദൈവം എഴുന്നേൽപ്പിച്ചവരെ ധൈര്യപ്പെടുത്തി. ഹഗായി അല്പം കർക്കശമായിട്ടാ പറഞ്ഞത്. നിങ്ങൾ ഈ പണിയെല്ലാം മുടങ്ങിക്കിടക്കുക, നിങ്ങൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു, ദൈവത്തിന്റെ ആലയം ശൂന്യമായിട്ട് ഇത് നിങ്ങൾക്കൊന്നും വേദമില്ലയോ എന്നൊക്കെ ചോദിച്ച് വരെ കർക്കശമായി പറഞ്ഞു. സെക്കറിയാവ് കുറച്ചുകൂടെ മയത്തിലാ പറഞ്ഞേ. സെക്കറിയ പ്രവചനം പഠിക്കുമ്പോൾ 5-8 ദർശനം ദൈവം കൊടുത്തു. അതെല്ലാം ദൈവാലയത്തോട് ബന്ധപ്പെട്ട. അപ്പൊ യെരൂശലേമിന്റെ മതിലെല്ലാം ഇടിഞ്ഞു, തീ വെച്ചെല്ലാം ചുട്ടു. നെഹമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകത്തിന്റെ ചില ഭാഗവും ഈ ഹഗായി പ്രവചനവും ഒക്കെ പഠിക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നെഹമ്യാവ് ആ മതിൽ പണിക്ക് നേതൃത്വം കൊടുത്തത്. ആലയത്തിന്റെ പണിക്ക് സെരുബാബേല് നേതൃത്വം കൊടുത്തു. എന്നാൽ ആദ്യം ആലയം പണിതു, മതില് പണിതിട്ടില്ല. മതിൽ എന്തിനാന്ന് ചോദിച്ചാൽ സുരക്ഷിതത്തെ കാണിക്കുന്നതാ. ശത്രു അകത്തോട്ട് വരാതിരിക്കാൻ, ശത്രു വന്ന് കയറി അപകരിക്കാതിരിക്കാനാ മതില്. പക്ഷെ ഇപ്പൊ യെരൂശലേമിന് മതിലില്ല. ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു. അപ്പൊ ജനത്തിനിടയിൽ ഒരു ചിന്ത, നമ്മൾ അതുകൊണ്ട് ആയുധം ധരിച്ച അവര് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പണി നടക്കുമ്പോ ചിലർക്കൊരു ചിന്ത, അയ്യോ മതിലില്ലാതാണ് നമ്മൾ പണിയുന്നത്, ശത്രുക്കൾക്ക് ഏറെ സമയത്തിനകത്ത് കടന്നു വരാനും നമ്മോട് യുദ്ധം ചെയ്ത് നമ്മെ തകർക്കുവാനും സാധിക്കും. മതിലില്ലല്ലോ. ഇങ്ങനെ ഒരു ഭാരപ്പെട്ടപ്പോൾ ദൈവം ഒരു ദൂത് പറഞ്ഞു. ഞാൻ ഈ വചനത്തിലാ ധൈര്യപ്പെടുന്നത്. ദൈവം ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് സെക്കറിയാവിൽ കൂടി പറഞ്ഞ ദൂതാണ്. ഈ മതിലില്ലെന്നോർത്ത് നിങ്ങൾ പതറരുത്. വലിയ കല്ലും
കട്ടയും അല്ലെ മെറ്റീരിയലായ വസ്തുതകൾ കൊണ്ട് പണിയുന്ന കൂറ്റൻ മതില് ഇല്ലെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഒരു വാക്യം വായിച്ചേ മോളെ, അറിവുള്ള വാക്യമാ, നമ്മളെപ്പോഴും പറയുന്ന വാക്യമാ. സെക്കറിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നമുക്ക് പരിചിതമായ വാക്യമാ. ഒന്ന് വായിച്ചോ, സെക്കറിയാവ് 2:5. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഒരു ശക്തിയോടെ വായിക്കണ്ടേ? ആൻസിയാമ്മ വായിക്കുന്നത്. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. മതി. ഇപ്പോൾ യെരൂശലേമിന് മതിലില്ലെന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ പണി മുടക്കരുത്, ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. യെരൂശലേമിന്റെ മതില് ദാവീദിന്റെ കാലത്തൊക്കെ ഇത് പണിത് സുസജ്ജമാക്കി. 12 വാതിലുണ്ട്. മീൻവാതിലും, ആട്ടിൻവാതിലും, ഉറവവാതിലും, കുപ്പവാതിലും, കുതിരവാതിലും, കമ്മിക്കാരുവാതിലും, കോൺവാതിലും, വാതിലും ഒക്കെയുള്ള വാതിലുകളായിട്ട് പണിത് സുസജ്ജമാക്കിയ മതിലും അതിന്റെ വാതിലുമുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, ഇടിഞ്ഞു പൊളഞ്ഞു കിടക്കുക. പക്ഷെ മതിലില്ലെന്നോർത്ത് നിങ്ങൾ ചഞ്ചലിക്കരുത്. സെക്കറിയാവിൽ കൂടി പ്രവചനം പറയുകയാ, ഞാനതിന് ചുറ്റും തീമതിലായിരിക്കും. നിനക്ക് ചുറ്റും ദൈവം തീമതിലാ, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം തീമതിലാ, സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിലാ. Praise the Lord. Praise the Lord. ഞാന് ഒരു സാക്ഷ്യം പറയാം. അമ്പലത്തിലെ ആന മതവിളകി ഓടി. അകത്ത് പെന്തിക്കോസുകാര് കുറച്ചു പേരേ ഉള്ളു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ ആന മതം പൊട്ടി ഓടിക്കോളാൻ എല്ലാരും. സകല എണ്ണവും ചറുപറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആന നേരെ ഓടി ആ സഭാഗോളിന്റെ അവിടോട്ടാ വന്നേ. അവിടെ നിന്നു. സ്തോത്രം. അതാ തീമതിലായിട്ട് ദൈവം നിൽക്കും. ഇതിപ്പോ പറഞ്ഞ പെന്തിക്കോസുകാര് തന്നെ വിശ്വസിക്കുകയല്ല. പിന്നെ അല്ല, നിന്റെ മോന്ത കാണുമ്പോ അറിയാം നിനക്ക് വിശ്വാസമില്ലെന്ന്. പക്ഷെ അനുഭവിച്ചവരുണ്ട്, കേട്ടിട്ടുണ്ട്. വണ്ടമേടി യാക്കോച്ചാനെ പറ്റി സണ്ണിച്ചാനും പഴയ ആൾക്കാർക്ക് അറിയാം. ആന വന്ന് അദ്ദേഹം കിടന്ന് വീട്ടിലെ തുമ്പിക്കൈ അകത്തോട്ടിങ്ങനെ ഒറ്റയാനായിരുന്നെന്നാ പറഞ്ഞുള്ള അറിവാ. പുള്ളി അല്ലേലിയാന്ന് അവിടെ കിടന്ന് പറഞ്ഞു. ആന ഒരൊറ്റ ഓട്ടം ഓടിട്ട് കൊച്ചറ ചെന്നാ നിന്നെ. കേട്ടിട്ടുണ്ട്. പുഞ്ചമണ്ണിൽ മാമനുപദേശി നടന്നു പോയപ്പോ 2 വശവും കയ്യാല, കോട്ടയം ഭാഷയാ കയ്യാല, വലിയ മതില് പോലെ. മതിലല്ല, കയ്യാല. നടുക്കൂടെ പോവുക. കുറെ ദൂരം ചെന്നപ്പം വെട്ടുപോത്ത് നിൽക്കുന്നു. അങ്ങോട്ട് ചെന്നാ കുത്തും, തിരിച്ചോടിയാ പോത്തും പുറകെ വരും. പുഞ്ചമണ്ണിൽ മാമനുപദേശി പറഞ്ഞെന്നാ പറഞ്ഞ, കർത്താവ്, പോത്ത് നിന്റെ വക, മാമനും നിന്റെ വക, നീ എന്നെ രക്ഷിക്കണം. പഴമക്കാര് പറഞ്ഞുള്ള അറിവാ. പോത്ത് തിരിച്ചു നടന്നു, മാമൻ പുറകെ പോയി. ദൈവം നിനക്ക് തീമതിലായിട്ട് നിൽക്കും. സ്തോത്രം, 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 സ്തോത്രം. ഒരു പട്ടാളമായിട്ട് ദൈവം നിനക്ക് വേണ്ടി ചുറ്റും നിൽക്കും. ഒരു തീമതിലായി ദൈവം നിനക്ക് ചുറ്റും നിൽക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്നെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുക. നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിനക്ക് തീമതിലായിട്ട് നിൽക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശത്രു തന്നെ തീയമ്പുകൾ മാരി പോലേ തൊടുത്തിടുമ്പോൾ, ശത്രു തന്നൂടെ തീയമ്പുകൾ മാരി പോലേ തൊടും. സർവയൂതവർഗം ധരിച്ചിടുവാൻ ശക്തി പകർന്നിടണേ. സർവയൂതവർഗം ധരിച്ചിടുവാൻ ശക്തി പകർന്നിടണേ. ആശ്വാസമേകണേ ആശ്രിത കാലം. കരമുയർത്ത് ദൈവത്തിന്
മഹത്വം കൊടുക്ക. അവിടെ ഞാൻ ഓടിച്ച് മുമ്പോട്ട് പോരാം, ദൈവത്തിന് മഹത്വം. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിന്നു പോകും. ഓടിച്ച് അവസാനിപ്പിക്കാം, ദൈവത്തിന് മഹത്വം. ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമേൻ, ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഇവരിതെല്ലാം വിട്ടതിന് ശേഷം യേശുവിന്റെ പിറകെ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഉപേക്ഷിച്ചതും വർജിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ അബദ്ധമായോ. ഉപേക്ഷിച്ചതേ, ഈ വിട്ടേച്ച് പോകുന്നതെല്ലാം മണ്ടത്തരമായോ അബദ്ധമായോ പോഷത്വമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചു, തളർന്നു. ആ തളർന്നും ക്ഷണിച്ചെന്നും 2 വാക്യം കൊണ്ടാണ് സാധാരണ തെളിയിക്കുന്നത്. ഒത്തിരി വാക്യമുണ്ട്. 6-ന്റെ 12 12 12 ക്ഷീണിച്ച് തളർന്നെന്നുള്ളതിന് തെളിവ് 6 12 12 12 പെട്ടെന്ന് വായിച്ചു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാൻ. അപ്പൊ ക്ഷീണിച്ചു, മന്ദത. ഇനി 12 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും ക്ഷീണിച്ചു, തെളിഞ്ഞു. 5-ന്റെ 12 വായിക്കുന്നത് കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേശകന്മാരായിട്ട് ഇരിക്കേണ്ടി വരുവാ. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ളതൊന്നും തന്ന ഏക്കുകയല്ല. അത് പോട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞ കാലമൊക്കെ കുറെ കഴിഞ്ഞെങ്കിൽ ഇവർ ക്ഷീണിച്ചു പോയി, തളർന്നു. ആരംഭ സമയത്ത് ഇവര് തീഷ്ണതയോടെ നിന്നവരുമാണ്. ആരംഭ സമയത്ത് ആ തീഷ്ണതയ്ക്കുള്ള വിശേഷപ്പെട്ട വാക്യമാണ് നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചല്ലോ, 10-ന്റെ 32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, പ്രകാശനം യേശുവിനെ രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു നിങ്ങൾ നേരത്തെ പൂർവ്വകാലം. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒത്തിരി കഷ്ടം സഹിച്ച് നിന്നവരാ, പോരാട്ടം സഹിച്ചവരാ, ധീരതയോടെ നിന്നവരാ, ഈ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയവരാ, പോരാടിയവരാ. മാത്രമല്ല 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹം അത് മറന്നിട്ടുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ കർത്താവിന്റെ പേരേക്ക് ചുമല് കൊടുത്തവരും കഴുത്ത് വെച്ച് കൊടുത്തവരും തീഷ്ണതയോടെ നിന്നവരും പോരാട്ടം സഹിച്ചവരും കഷ്ടം സഹിച്ചവരും അപമാനവും നിന്നയൊക്കെ സഹിച്ച അവര് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇവര് ക്ഷീണിച്ചു. അതാ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. മാത്രമല്ല മന്ദത. അപ്പൊ ഇങ്ങനെ മന്ദീഭവിച്ച് ക്ഷീണിച്ചവരെ ഉറപ്പിച്ച് ബലപ്പെടുത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം, ഉപേക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ക്ഷീണിച്ചു പോകരുത്. ഏറെ നല്ല കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരിലും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും അങ്ങനെ പറഞ്ഞു 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചോ. 10-ന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന ദിശയിൽ കൂടി നമുക്ക് പുതുർച്ചിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്റെ ഒരു മഹാപുരോഗതിനെ നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ദുർമനസാക്ഷി നീങ്ങമാറ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവർ ശുദ്ധവെള്ളത്താൽ ശരീരം കടുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. പ്രത്യാശയുടെ അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്തു വരണം. അടുത്തു വരാൻ ഇവരെ വിളിക്കുക, ആഹ്വാനം കൊടുക്കുക. അടുത്തുവാന്ന് പറയാൻ കാരണം ഇപ്പൊ ഇവര് അകന്നിരിക്കുന്നത് കൊണ്ടല്ലേ അടുത്തുവാന്ന് പറയാന്ന്. ഉറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ആരോ ഒരാള് ഉറങ്ങി, ഞാൻ കണ്ടു. അപ്പൊ അടുത്തുവാ എന്ന് പറയാൻ കാര്യം അകന്ന് നിൽക്കുന്നത് കൊണ്ടാ. അകന്നു പോകാൻ കാര്യം ആ കണ്ണികക്കകത്ത് 3 കാര്യം അകന്നു പോകാൻ. 1 നല്ല ഹൃദയമില്ല, 2 ദുർമനസാക്ഷി. സ്തോത്രം. നല്ല ഹൃദയവുമില്ല, ദുർമനസാക്ഷി, ശുദ്ധ ഹൃദയമില്ല. അതുകൊണ്ട് അകന്നു പോയത്. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അങ്ങനെ അകന്നു പോയവരോട് പറയാ, അടുത്തുവാ, നിൽക്കാതെ മാറി നിൽക്കാതെ ഇങ്ങോട്ട് അടുത്തു വരാൻ ഇവരെ വിളിക്കുമ്പോൾ 2-3 കാര്യം ചൂണ്ടിക്കാണിച്ചാ ഇങ്ങോട്ട് വിളിക്കുന്നത്. 1, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തുവാ. പഴയ വഴി വെട്ടിത്തിളച്ചതല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല, ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒന്നും വഴിയല്ല. ഈ വഴി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരുക്കിയ പുത്തൻ വഴിയാ. ആമൽ മുൾക്കൊള്ളത്തും ഈയക്കട്ടയും ചൂണ്ടലും കൂടെ കൂട്ടുകെട്ടിയ കുതിരകളുടെ തോല് കീറി കെട്ടിയ ആ ചാട്ടകാറ കൊണ്ട് കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ പച്ചമാംസം പറഞ്ഞ് ഇറുന്ന് ആമ പ്രവചനക്കുന്നി കയറി സങ്കീർത്തനക്കാരെ പാടി മുതുക ഉഴവയാല് പോലെ നീളത്തെ കീറി ഓരോ അടിക്കും. ഇത് ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇറുന്ന് അത് കീറി ഒരു പുത്തൻ
പുത്തൻ വഴി എനിക്ക് നിങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി നീ അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്, ആദിവിധം പറഞ്ഞു നിൽക്കാതെ ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്തു വാ. നിന്നെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, വിടുവിക്കുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. 3 കാര്യം കാണിച്ചവരെ വിളിക്കുക. 1, ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു അടിയേറ്റത്. സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു രക്തം ചിന്തിയത്. സുഹൃത്തെ, നിനക്ക് വേണ്ടിയാ യേശു പങ്കപ്പാട് സഹിച്ചത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കി അനുതാപ ഹൃദയത്തോടെ, യേശുവേ നീ എനിക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, യേശുവേ നീ എനിക്ക് വേണ്ടി രക്തം ചിന്തി, യേശുവേ നിന്റെ മുതുക ഉടയാല പോലെ എനിക്ക് വേണ്ടി കീറപ്പെട്ടു, ഒരു പുത്തൻ വഴി ഒരുക്കിയതിനാൽ നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ധൈര്യത്തോടെ നീ അടുത്തു വാ. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. 3 കാര്യം കാണിച്ചാൽ ഇവരെ അടുത്ത് വിളിക്കും. 1, ദേഹമെന്ന തിരശ്ശീല ചിന്തി പുത്തൻ വഴിയൊരുക്കി. 2, ഇവിടെ എന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. നിനക്ക് വേണ്ടി ആരും ഇവിടെ വാദിക്കാനില്ലെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. താതൻ സന്നിധിയിലൻ പേർക്കുസദ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥൻ സന്നിധിയിലൻ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ. അപ്പോൾ 3 കാര്യം ചൂണ്ടിക്കാണിച്ച ഇവരെ വിളിക്കുന്നത്. 1, ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്, ധൈര്യത്തോടെ വാ. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനുണ്ട്. 3, ഹൃദയങ്ങളെ തളിക്കുവാൻ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. യേശുവിന്റെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, വിലയേറിയ രക്തം, സൗഖ്യമാക്കുന്ന രക്തം, മഹത്വമുള്ള രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം, ഇത് വിലയേറിയ രക്തം. ഈ രക്തത്തിന്റെ വിശേഷത രോഗശാന്തി തരുന്ന രക്തം, ഈ രക്തം പാപം മോചിക്കുന്ന രക്തം, ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തം. ആമേൻ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തം. സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയമെടുത്തുന്ന ഈ രക്തം ജയം തരുന്ന രക്തമാ. ഇന്ന് രാജ്യ പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യയും മദ്യപാനവും ലഹരി പദാർത്ഥം പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്, യേശുവിന്റെ രക്തത്തിലുണ്ട്. ഇന്ന് രാത്രി നീ ഏറ്റുപറ, എന്റെ യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകി, അവിടുത്തെ രക്തത്തിന്റെ ശക്തിയാൽ എന്റെ പരാജയത്തെ മാറ്റിത്തന്ന് എന്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി രക്ഷിക്കുവാൻ വല്ലഭത്വമുള്ള കഴിവുള്ള നസറായനോട് വന്നിട്ടുണ്ട്. ആ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാ. 3 കാര്യം ചൂണ്ടിക്കാണിച്ച ഇവരെ അടുത്ത് വിളിച്ചത്. ദൈവത്തിന് മഹത്വം. 1, ഒരു പുത്തൻ വഴി ഒരുക്കി. 2, പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അടുത്ത് വാ. പിന്നെ അടുത്ത് വരുന്നവരോട് പറഞ്ഞ് 2 വിധത്തിലെ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ആന്തരിക ശുദ്ധീകരണം ആ ഹൃദയങ്ങളെ തളിക്കണം. എന്തുവാ? രക്തം. ഹൃദയത്തിനകത്ത് ആ ദുശ്ചിന്തയും ഭാഗയും പിണക്കോ സകല നൂലാമാല ഇതിനകത്താ. ഇതെല്ലാം വെച്ചോണ്ട് ആ ഗ്ലോറി വിറ്ററി എന്നും പറഞ്ഞ് നമ്മൾ ഈ അക്കോഡിയം വായിക്കുമ്പോൾ ഇരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അമ്മായിയമ്മയും മരുമകളോട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി തള്ളേ? മിണ്ടുകയല്ല. ചേട്ടത്തി അനിയത്തിയും ചേട്ടനും അനിയനും ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുത്തിട്ട് എത്ര നാളായി? കർത്തൃമേശ വരുമ്പോ നീ എലി വിഷം തിന്നുമ്പോൾ തിന്നുകല്ലേ? അടുത്തിരിക്കുന്നതിനോട് നീ മിണ്ടുന്നുണ്ടോ? അങ്ങനെ മിണ്ടാതെ നീ എടുത്ത ഇത് വെടിമരുന്ന് നിന്റെ അകത്തോട്ട് ചെല്ലുക. അകത്ത് കിടന്ന് പൊട്ടി നിന്നെ. സ്തോത്രം. ഇത് ഉപ്പാപ്പക്കളിയല്ല. നീ അയലത്തുകാരനോട് മിണ്ടിയിട്ട് എത്ര നാളായി? സഹോദരനോട് മിണ്ടിയിട്ട് എത്ര നാളായി? ഒരു സഭയെ കൂടുന്നവർക്ക് കൈ കൊടുത്തിട്ട് എത്ര നാളായി? അത് മുഴുവൻ അങ്ങ് ലാസ്റ്റ് തീരുമ്പോൾ ഇവിടെ വന്ന് മുഴുവൻ അങ്ങ് കുടിക്കുക. ഉപദേശമാരാന്ന് ഇത് മിക്കതും കൊടുക്കത്തുമില്ല. ഇച്ചിരി ഇങ്ങനെ വെച്ച ചങ്ങെടുക്കും. എന്നാൽ ചിതുങ്ങൾ ചുറ്റും
ഞാനൊരാളോട് പറഞ്ഞത് മുഴുവൻ അങ്ങ് കുടിക്കുകയാണ്, അവിടെ കൂടെ കൊടുക്കാൻ പറഞ്ഞു. പുള്ളി എന്ത് ചെയ്താ കൊടുക്കുകയല്ല. എന്നുവെച്ചാൽ പുള്ളി അത് ജാറോടെടുത്ത് എന്തൊരു അക്രമമാണ് ഇത്. വളരെ ഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അകത്തിൽ നിന്നെല്ലാം കളയണം, പകയും പിണക്കവും എല്ലാം കളയണം. അതാ ഹൃദയങ്ങൾ തളിക്കണം യേശുവിന്റെ രക്തം. അല്ല, ആന്തരിക ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണത്തിന് വാക്യമുണ്ട്, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണമെന്ന. ശുദ്ധവെള്ളമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം, അതവിടെ ശുദ്ധവെള്ളം. അതിനൊരു പഴയ പാട്ട് പാടുമ്പോൾ മനസ്സിലാകും. പാടണ്ട, ഞാൻ പാടാം. ഞാൻ പാടുകയല്ല, പറയുക. ആ വരി ഇങ്ങനെ: പോഷിപ്പിക്കാം എന്നെ. അടുത്ത ലൈൻ: നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച്. നിർമ്മല തോയം. തോയം വെള്ളം, സലിലം ജലം, തോയം ഇതൊക്കെ വെള്ളത്തിന്റെ പര്യായമാണ്. നിർമ്മല തോയം ശുദ്ധവെള്ളം. അവിടെ വായിക്കുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. വേർപാടാ. കോസുകാരുടെ ശുദ്ധവെള്ളത്താൽ നിന്റെ കമ്മലും മാലയെല്ലാം ഊരണം. പൊട്ട, ചാന്ത, കൺമഷി, പിരിയം മടിക്കുന്നത്, പിരിയം എഴുതുന്നത്, പിന്നിങ്ങനെ. പെന്തിക്കോസുകാരോടാ പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ബുൾഗാനെ, കുന്തം, കോടാലി, അടിക്കറിയുടെ താഴെ ഇച്ചിരി ഉമിക്കിരി ഇരിക്കും പോലെ, അടിക്കറിക്ക് താഴെ ഉമിക്കിരി. മനസ്സിലാകുന്നില്ല. പെന്തിക്കോസുകാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിന്നോടായി പറയാനേ. ഒന്നുകൂടെ പറഞ്ഞാൽ തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയാനേ. മറ്റുള്ളവരവിടെ നിൽക്കട്ടെ. ഞായറാഴ്ച തുള്ളാൻ വരുമല്ലോ, തുമ്പി തുള്ളും പോലെ. നിന്നോടായി പറയാനേ. ഭാഗ്യ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ. ഭാഗ്യ ശുദ്ധീകരണം. നഖത്തേലൊന്നും അടിക്കരുത്. കാല് നാളൊരാൾ ചോദിച്ചെന്ന് അങ്ങ് കുഴിനഖമാ. ഞാൻ 20 വിരലേലും കുഴിനഖമാണോ? അതൊരു വല്ലാത്ത കുഴിനഖമാ. 20 വിരലേലും. ലാഡീസമ്മ ശ്വാസം പെടുന്നു, ദീർഘശ്വാസം. ഞാൻ നിർത്തട്ടെ അമ്മേ, നിർത്തട്ടെ. പ്രസംഗം നിർത്തട്ടെ. സ്തോത്രം. ഭാഗ്യശുദ്ധീകരണമേ, ഇത് അത്യാവശ്യമാണ്. ആകവും പുറവും ഒരുപോലെ വെടിപ്പാകണം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അതാ 10-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. ഹൃദയങ്ങൾ തളിക്കണം യേശുവിന്റെ രക്തം. അകത്തിരിക്കുന്ന മലിനതകൾ മുഴുവൻ മാറണം. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. സങ്കീർത്തനക്കാരൻ പാടി, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനീ ഏഴകേറിയ നന്മകൾ എന്തികെ ഞാൻ പകരം പലനേകിടും. എൻ പ്രിയ ഏഴകേറിയ നന്മകൾ എന്തികെ ഞാൻ പകരം പരനേകിടും. ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസം നീ പാതയിൽ. ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസം നീ പാതയിൽ. ത്തിന്ന് ഈ ദുഃഖത്തെ, പകയും, കോപം, ക്രോധവും ഇതെല്ലാം കളഞ്ഞേച്ച് ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. എനിക്ക് 10 മണി വരെ പ്രസംഗിക്കാൻ തോന്നുന്നുണ്ട്. ഇല്ലില്ല, നിർത്തുക. സ്തോത്രം. അകം വചനം കൊണ്ട് നിറയണം. സ്തോത്രം. പുറത്തെ ശുദ്ധീകരണം. രണ്ടും ദൈവം ഇഷ്ടപ്പെടുക. എന്നിട്ട് ഇവരോട് 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ട് 3 കാലം. 1 പൂർവ്വകാലം, 2 വർത്തമാനകാലം, 3 ഭാവികാലം. എല്ലാം എടുക്കുന്നില്ല. പൂർവ്വകാലം ഓർക്കണം, പഴയതൊന്നും മറക്കരുത്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് ആത്മഹത്യക്ക് നാടുവിടാനും റെയിൽവേ പാളത്തിൽ തലവെക്കാനും ആമൻ വിഷം കഴിക്കാനും കഞ്ഞിക്കകത്ത് വിഷം കഴിക്കും കൊച്ചുങ്ങൾക്കും കൊടുത്ത് ആമൻ നശിച്ചു പോകാൻ നീ പദ്ധതി കിട്ടതാ, അല്ലെ അങ്ങനെ തൂങ്ങിച്ചാകാൻ പദ്ധതി കിട്ടതാ. എന്നാൽ ആ സമയത്താ യേശു നിന്നെ രക്ഷിച്ചത്.
മെഡിക്കൽ കോളേജിൽ നിന്ന് നിന്നെ തള്ളിയതാ, ക്യാൻസർ വാർഡ് നീ കിടന്നതാ, ആമൻ ട്യൂമർ വന്നതാ, ആമൻ വളരെ വലിയ വലിയ രോഗപീഠകൾ വന്നതാ, എല്ലാവരും നിന്നെ കൈവിട്ടതാ. അതിൽ നിന്ന് യേശു നിന്നെ സൗഖ്യമാക്കി, യേശു നിന്നെ വിടുവിച്ചു. നിന്റെ പാപത്തിന്റെ അധീനതയിൽ നിന്ന് യേശു നിന്നെ രക്ഷിച്ചു. അതൊന്നും മറന്നു പോകരുത്. ഒന്നും മറന്നു പോകരുത്. ആ പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. ഇപ്പം വർത്തമാനകാലം എങ്ങനാ, അതൊക്കെ ഓർക്കണം. പ്രാർത്ഥനയുണ്ടോ, പാട്ടുണ്ടോ, ഉപവാസമുണ്ടോ, ജാഗരണ പ്രാർത്ഥനയുണ്ടോ, സ്തോത്ര പ്രാർത്ഥനയുണ്ടോ, വചനധ്യാനമുണ്ടോ, ഉപവാസമുണ്ടോ, ഇതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ആ പഴയ കൃപയും വരവും തീക്ഷണതയൊക്കെ ഉണ്ടോ? ഇല്ലേലും വന്നിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് വർത്തമാനകാലം ഒന്ന് അറിയുന്നത് നല്ലതാ. കർത്താവും ചോദിച്ചത് ഇപ്പൊ പിടിച്ചത് വല്ലോ, എമ്പതി പിടിച്ചതിന്റെ ചരിത്രം അത് വാട്സപ്പിലിട്ട് എല്ലാവരെയും കാണിക്കുകയല്ല. എമ്പതി പിടിച്ചൊരു മീനാ, ജീസസ്, അതല്ല ഇപ്പൊ പിടിച്ചത്. വർത്തമാനകാലമേ വിവരിക്കുന്നില്ല, നിർത്തുക. 3 ഭാവികാലം. എന്തുവാ ഭാവികാലം? സദൃശവാക്യത്തിൽ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരു പദമുണ്ട്, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂവും. നമ്മുടെ ഭാവികാലം എന്നാ? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തിരുസഭയെ ചേർക്കാൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ സ്വർഗത്തിലേക്ക് പോയി യേശു ക്രിസ്തു അധികം താമസിക്കാതെ തിരിച്ചു വരും. ആരെ ചേർക്കാനാ? എല്ലാവരെയും ചേർക്കാനല്ല. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച്, അല്ലെങ്കിൽ ആത്മസ്നാനം, പ്രയോഗമൊക്കെ കയറി കണ്ണിക്കും, അതുകൊണ്ടാ ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയൊക്കെ എടുത്ത് കർക്കശമായി വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും തകർന്നു പോകരുത്. യുദ്ധങ്ങളും യുദ്ധശുദ്ധികളും ക്ഷാമങ്ങളും ഒക്കെ അവിടെവിടങ്ങളിൽ കേൾക്കുക. കള്ളക്രിസ്തുക്കളും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യും. ആക്ഷേപവും നിന്നയും അപമാനവും ഒക്കെ സഹിക്കേണ്ടി വരും. അവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. മഹാവ്യാധികളും ധീരാവ്യാധികളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാകും. രാജ്യത്തോടും ജാതിയോടൊക്കെ ഇതൊക്കെ ഇഗ്നോവിന്റെ ആരംഭമാ. ഇതൊക്കെ കാണുമ്പോ തലകൾ ഉയർത്തിക്കോണം. അവൻ നിവർന്നു നിന്നോണം. ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് യേശു ക്രിസ്തു പാപം കൂടാതെ വീണ്ടും രണ്ടാമതും പ്രത്യക്ഷനാകും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ നമ്മുടെ പ്രത്യാശ. പത്രോസ് പറയുക, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമയോടെ ഇരിക്കുകയാ. ആമേൻ. തെസലോനിക്ക ലേഖനത്തില് തിരുവെടുത്ത് നിങ്ങൾക്കെല്ലാം മനപ്പാടമാ. ചേർന്ന് പറ, കർത്താവ് തൻ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടൊക്കെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ആമേൻ രൂപാന്തരപ്പെടും. കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപാഠമാ. പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന്, വേദപരം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിനും അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ. എന്റെ വാക്കങ്ങ് നിർത്തുക. പൗലോസ് ഒടുവിൽ പറയുക, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവര്, കുലുങ്ങാത്തവര്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ. ഓ, കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ പഴയ